നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും ക്രിയേറ്റിക്കൽ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞ പോലെ നിഫ്റ്റി കയറുന്നോ അല്ലെങ്കിൽ നിഫ്റ്റി 22,500 വരുമോ എന്ന് ചോദിച്ചുള്ള വീഡിയോ നമ്മൾ പറഞ്ഞിരുന്നു. ആ പോസ്റ്റ് പ്രകാരം എന്താണ് മാർക്കറ്റിൽ നിഫ്റ്റി 22,375 രൂപ വരികയും അവിടുന്ന് അദ്ദേഹം തിരിച്ച് അദ്ദേഹം എന്ന് പറയുമ്പോൾ കുറച്ച് ബഹുമാനം കൊടുത്ത് പറഞ്ഞേക്കുക. കാരണം ഇപ്പോൾ മാർക്കറ്റ് മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു പോർഷൻ എടുക്കുമ്പം ഓപ്ഷൻ ബയേഴ്സ് എന്ന നിലയിൽ എനിക്ക് ഓപ്ഷൻ ബയേഴ്സ് എന്ന നിലയിൽ എനിക്കിന്ന് പ്രോഫിറ്റ് വന്നിട്ടില്ല. പക്ഷേ ഓപ്ഷൻ സെല്ലേഴ്സ് നമ്മളെ ഗ്രൂപ്പിലുള്ളവർക്ക് ഷോർട്ട് സ്ട്രാങ്കിൾ പറഞ്ഞായിരുന്നു. ഷോർട്ട് സ്ട്രാങ്കിൾ ഏകദേശം 45 തൊട്ട് 50 പോയിൻറ്റിൻ്റെ പ്രോഫിറ്റ് കിട്ടിയായിരുന്നു. സോ അത് ഓപ്ഷൻ റൈറ്റേഴ്സിൽ നിന്ന് മാർക്കറ്റ് വർക്കായി. ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ച് ഇന്ന് മോർണിംഗ് തൊട്ട് തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു നശിച്ച ദിവസമായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ മോർണിംഗ് തൊട്ടേ ഇൻ ദ മണി ഓപ്ഷൻസ് ഡീപ്പ് ഇൻ ദ മണി ഓപ്ഷൻസിൽ 30-40 പോയിൻറ്റ് ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഓപ്ഷൻസ് വർക്കായിട്ടില്ല. നിഫ്റ്റി പെട്ടെന്ന് അടിച്ച് കയറി തിരിച്ച് വീണ്ടും ഇറങ്ങി വീണ്ടും കയറി വീണ്ടും അടിച്ചിറങ്ങി. നിഫ്റ്റി പ്യുവറിലൊരു വല്ലാത്തൊരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു മാർക്കറ്റായിരുന്നു. അപ്പോൾ പ്യുവർലി നമ്മളെന്ത് ചോദിച്ചാൽ ട്രേഡിനെ കുറിച്ച് എടുക്കാതെ നോക്കിക്കൊണ്ട് വാച്ച് ചെയ്യുന്നത്, പഴയ പൊസിഷൻസിനെ വെച്ച് വെയിറ്റ് ചെയ്ത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. സോ ഈ നിഫ്റ്റി എന്ന് പറഞ്ഞ ഈ ഭഗവാൻ എന്നത്തേക്കാണ് 22,500 പോകുമെന്ന് നമുക്കറിയണ്ടേ. അപ്പോൾ അതിലേക്ക് നമുക്ക് കടക്കാം. അപ്പം ഇന്ന് നമ്മളെ മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ചാർട്ട് പ്രകാരം നിഫ്റ്റിയിൽ ഇന്നത്തെ ലെവൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഇന്ന് 21 പോയിൻറ്റ് മൈനസിലായിരുന്നു. മാർക്കറ്റ് ഏകദേശം ഇന്നലത്തെ പോലെ തന്നെ മാർക്കറ്റ് ഏകദേശം എവിടെ ഓപ്പൺ ചെയ്തു? 22,349-375 രൂപ പോയി തിരിച്ച് വീണ്ടും ഇറങ്ങി. ഇന്നലത്തെ POC ആയ 22,253 സപ്പോർട്ട് എടുത്തു. അവിടുന്ന് പൊട്ടി ജസ്റ്റ് തിരിച്ച് വീണ്ടും ഇറങ്ങി ഈ ഒരു 22,023 എന്ന് പറഞ്ഞാൽ പഴയ ഒരു വ്യാഴാഴ്ച സപ്പോർട്ട്, അവിടുന്ന് സപ്പോർട്ട് എടുത്ത് ആശാൻ എന്ത് ചെയ്തു? തിരിച്ച് വീണ്ടും 337 രൂപ പോയി തിരിച്ച് വീണ്ടും ഇറങ്ങി. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയെ സംബന്ധിച്ച് പ്യുവർലി നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ ട്രേഡോ ഒന്നും വരാതെ ആശാൻ എന്ത് ചെയ്തു? അങ്ങനെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്യുവർലി പറയുകയാണെങ്കിൽ ഒരു കുന്തവും തന്നില്ല. സത്യം പറഞ്ഞാൽ ഈ ഒരു പെട്ടെന്ന് ഡിപ്പ് വന്നു, തിരിച്ച് വീണ്ടും കയറി അങ്ങോട്ട് ഇങ്ങനെ പ്യുവർലി ബാലൻസ് ആയിരുന്നു. പിന്നെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റിയിൽ കുറച്ച് മൂവ്മെൻറ്റ് വന്നിരുന്നു പുട്ട് സൈഡിൽ. പക്ഷേ ഞാൻ പുട്ട് സൈഡിൽ എടുത്തില്ല. കാരണം നമുക്ക് ആ ഒരു ഓപ്ഷൻസിൻ്റെ പ്രീമിയം വളരെയധികം മൂവ്മെൻറ്റ് കുറവായത് കൊണ്ട് ഞാനത് പുട്ട് സൈഡിൽ നമ്മുടെ ലൈവ് മെമ്പർഷിപ്പിലുള്ള ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്യില്ല. ഒരു കാര്യം എന്ന് വെച്ചാൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് ഏകദേശം 9:45 ഓപ്പൺ ചെയ്ത് 48,000 വരുന്നൊരു 31 വരെ പോയി. അവിടെ നിന്ന് തിരിച്ചിറങ്ങി ഈ 47,945 ഇറങ്ങി. അടുത്ത സപ്പോർട്ട് 47,756 അതിന് താഴെ 47,781 ഈ സപ്പോർട്ട് എടുത്ത് അവിടെ നിന്ന് തിരിച്ച് വീണ്ടും കയറി 856 949 അടിച്ച് കഴിഞ്ഞിട്ട് ഏകദേശം 183 പോയിൻറ്റിലാണ് അവൻ ക്ലോസ് ചെയ്തത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ട്രേഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഓപ്ഷൻസിൽ വളരെയധികം മൂവ്മെൻറ്റ് കുറവായത് കൊണ്ട് പുട്ട് ഓപ്ഷനിൽ ഞാനത് ട്രേഡ് ചെയ്തില്ല. കാരണം നമ്മൾ വെയിറ്റ് ചെയ്ത് കുറച്ച് നമ്മളൊരു കോൾ ഓപ്ഷൻ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് ചെയ്തു. ഇന്ന് അമേരിക്കയിൽ വന്ന ഇൻഫ്ലേഷൻ ഡേറ്റ വളരെയധികം പോസിറ്റീവാണ്. അമേരിക്കയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ വളരെയധികം പോസിറ്റീവാണെന്ന് ഞാൻ പറയാൻ കാരണം വേറെ ഒന്നുമല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിയും 0.1% മാത്രമേ മാറ്റമുള്ളൂ. എന്നിരുന്നാൽ കൂടെ അത് നമ്മുടെ അമേരിക്കൻ എക്കണോമിയെ സംബന്ധിച്ച് വളരെയധികം പോസിറ്റീവാണത്. കാരണം എന്താണ്? ഇൻഫ്ലേഷൻ കൂടുമെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാനേ പറ്റില്ല എന്ന് ഫെഡറൽ റിസർവിൻ്റെ പവൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ അയാൾ ഒരു ആംസ്റ്റർഡാമിൽ ഒരു മീറ്റിംഗ് ഉണ്ടായ സമയത്ത് ജെറോം പവൽ അവിടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നിങ്ങൾ നോക്കിക്കോ, അമേരിക്കയുടെ ഇൻഫ്ലേഷൻ അതിന് കണക്കാക്കി വന്നു. ഇന്നലെ പ്രൊഡ്യൂസേഴ്സ് ഇൻഡെക്സ് ആയ PPIയും അത് പോസിറ്റീവ് വന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ കോയലിഷൻ വരുമ്പോൾ സമയത്ത് എന്താണ് സൂചിപ്പിക്കുന്നത്? എത്രയും പെട്ടെന്ന് അമേരിക്കൻ മാർക്കറ്റിൽ അല്ലെങ്കിൽ അമേരിക്കൻ ഗവൺമെൻറ് ഫെഡറൽ റിസർവ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമെന്നൊരു പോസിറ്റീവ് സൈനാണ് മാർക്കറ്റിലേക്ക് വന്നത്. അത് വളരെയധികം ചിയർഫുള്ളായി മാർക്കറ്റിലേക്ക് വരികയും മാർക്കറ്റ് നിങ്ങൾ നോക്കൂ, S&P ഏകദേശം 0.87% അപ്പും, ഡൗ ജോൺസും ഏകദേശം 0.67% അപ്പ്, നാസ്ഡാക്ക് ഓൾമോസ്റ്റ് 1% അപ്പാണ്, ടെക് സ്റ്റോക്സൊക്കെ 1% അപ്പാണ്. സോ അത് നല്ലതായി വരികയാണ്. മാർക്കറ്റ് നല്ല വരുന്നത്. അതുകൂടെ ഗോൾഡും ഒന്ന് കയറിയിട്ടുണ്ട്, ഗോൾഡും കുറച്ച് കയറിയിട്ടുണ്ട്. കാരണം ഇൻഫ്ലേഷൻ ഗോൾഡിനെ ബന്ധപ്പെടുത്തിയാണ്. ഇപ്പോൾ പണ്ട് സാറിന് ഇൻഫ്ലേഷൻ കുറയുമ്പോൾ ഗോൾഡിൻ്റെ വില കൂടും. ഇപ്പോൾ അങ്ങനത്തെ ആ പ്രയോറിറ്റി ഒന്നും ഇല്ല. സോ ഇൻഫ്ലേഷന് ഗോൾഡും വില കൂടി, ക്രൂഡ് ഓയിൽ അങ്ങനെ എല്ലാ സാധനത്തിലേക്ക് വില മാറുകയും പൊതുവേ ഒരു പോസിറ്റീവ് ഉണർവാണ് മാർക്കറ്റിലേക്ക് തന്നത്. സോ അതുകൊണ്ട് നമ്മുടെ സിംഗപ്പൂർ നിഫ്റ്റി നമ്മൾ പറയുന്ന സമയത്ത് 287 ക്ലോസ് ചെയ്ത നമ്മുടെ മാർക്കറ്റ് ഇപ്പം നിഫ്റ്റി 22,340 നിൽക്കുകയാണ്. അത് ഏകദേശം പറയുകയാണെങ്കിൽ നമ്മളെ മാർക്കറ്റിൽ 51 പോയിൻറ്റോളം പ്ലസ്സിലാണ് അവൻ നിൽക്കുന്നത്. അപ്പോൾ തിരിച്ച് വീണ്ടും നമ്മളെ പഴയ തദൈവ സ്റ്റോറി, അതായത് 350 വരുന്നു, അവിടെ നിന്ന് വീട് താഴേക്ക് വരുന്നു, അങ്ങനെ ഒരു സ്റ്റോറിയിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഏത് ലെവലിന് പോയാൽ മാർക്കറ്റ് കയറും, ഏത് ലെവലിൽ പോയാൽ മാർക്കറ്റ് അടിക്കുന്നതൊക്കെ നാളെ നോക്കാം. കാരണം നാളെ മാർക്കറ്റ് നമ്മുടെ നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടിലേക്ക് പോകാമോ? അപ്പോൾ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടിലേക്ക് നമുക്ക് കടക്കാം. സോ നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട് പ്രകാരം നിഫ്റ്റി നോക്കുകയാണെങ്കിൽ
നിഫ്റ്റി ഇന്നൊരു നോർമൽ ഡേ ആണ്. നിഫ്റ്റിയെ സംബന്ധിച്ച് അവൻ എന്ത് ചെയ്തു, നിഫ്റ്റി ആദ്യത്തെ 1 മണിക്കൂർ ലോ ഹൈ വന്നതിന് ശേഷം അവൻ താഴേക്ക് CP-യിലുള്ളൊരു ബ്രേക്ക് തന്നു, ജെയിലും ഐയിലൊക്കെ തന്നു. എന്നിരുന്നാൽ കൂടെ അവൻ POCക്കും വിവാപ്പിൻ്റെ ഇടയിൽ സാൻഡ്വിച്ച് ബ്രെഡിൻ്റെ ഇടയിൽ വെച്ച ജാമ് പോലെ POCയിലെയും വിവാപ്പിൻ്റെ ഇടയിൽ തന്നെ അവൻ ക്ലോസ് ചെയ്തു. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി ഒരു നോർമൽ ഡേ ആണെന്ന്, നോർമൽ ഡേ ആണ് നിഫ്റ്റി. ഇന്നത്തെ POC വന്നിരിക്കുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ച് ഏതാണ് 22,267 ഇന്നത്തെ POC വന്നിരിക്കുന്നത്. സോ നിഫ്റ്റി നമ്മൾ നോക്കേണ്ട 22,267 മുകളിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെ ഒരു HVN സോൺ ഫോം ചെയ്തു. 334 ഒരു HVN സോൺ ഫോം ചെയ്തു. ഈ 334 വരെയും ഈ 334 മുകളിൽ നിൽക്കുമ്പം ഈ 386 എന്ന് പറഞ്ഞാൽ ഈ POCയും ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നാളെ മാർക്കറ്റ് 340 മുകളിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ വോളിയം വരികയാണെങ്കിൽ 386 വരെ പോകാനും, ഈ 386 മുകളിൽ നിൽക്കുന്നതോളം അവൻ ഏത് വരെ വരാനും ഈ 450 എന്ന് പറഞ്ഞാൽ 447 ലെവൽ വരാനും അതിന് മുകളിൽ 503 പോകാനുള്ള ചാൻസും കൂടുതലാണ്. ഇനി താഴോട്ടാണെങ്കിൽ ഇന്നത്തെ POC ഒരു സപ്പോർട്ടാണ്. ഇന്നത്തെ POC മെർജ് ചെയ്ത് നോക്കുമ്പോൾ സപ്പോർട്ടാണ് 22,267 POC സപ്പോർട്ട്. അതിന് താഴെ നിൽക്കുന്ന സമയത്ത് 22,207 എന്ന് പറഞ്ഞാൽ 210 എന്ന് പറഞ്ഞാൽ ഈ ലോയും ഇന്നത്തെ ലോയും 22,207 ഇന്നത്തെ ലോ 22,207 അവിടെ നിന്ന് താഴെ നിൽക്കുന്ന സമയത്ത് 22,143 പിന്നെ ഈ POCയിലേക്കുള്ള മാർഗവും നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ നമ്മൾ മനസ്സിലായല്ലോ, ആ ലെവൽ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. നമുക്ക് ഒരു മാറ്റമില്ല. ഇന്നത്തെ POC 253 വരെ, ഇവിടെ 267 മാറി, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ ലെവലൊക്കെ ഒന്ന് നമ്മുടെ നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് മാർക്ക് ചെയ്ത് വയ്ക്കാം, നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. സോ നമുക്ക് ആ ചാർട്ടിലേക്ക് പോകാം. നിഫ്റ്റി കണക്ക് പ്രകാരം നമുക്ക് എത്രയാണ് ഇന്നത്തെ POC ഒന്ന് മാറ്റി 22,267 ഒന്ന് മാറ്റാം. 67 ഒന്ന് മാറ്റിക്കഴിഞ്ഞു ആ POC. ഓക്കെ, ആ POC 67 ഒന്ന് മാറ്റിയല്ലോ. ഓക്കെ, ഇനി അതിന് മുകളിൽ നിൽക്കുമ്പോൾ നമുക്ക് 340 എന്ന് പറഞ്ഞാൽ ഈ ഭാഗമാണ് നമ്മളെ സംബന്ധിച്ച് ഒരു എന്താണ് 330 340 HVN. അതിന് മുകളിൽ 391 എന്ന് പറഞ്ഞാൽ ഈ POC 441,502. താഴേക്ക് വരുമ്പോൾ 22,175 മുകളിൽ ഈ 22,233. ഈ ഒരു സപ്പോർട്ട് നമുക്ക് ഉണ്ട് കേട്ടോ, ഇതൊരു സപ്പോർട്ടാണ്. അതിന് താഴെ നിൽക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ട് കൂടെ നമുക്ക് വരയ്ക്കണം. ഏതാണ് 22,177 എന്ന് പറഞ്ഞാൽ ആ സപ്പോർട്ട് കൂടെ നമുക്ക് ആവശ്യമുണ്ട്. അതും കൂടെ ഞാനൊന്ന് വരച്ചേക്കാം. സോ അതിൻ്റെ കളർ എന്താണ്, സപ്പോർട്ട് ആകുമ്പോൾ പച്ച കളറല്ലേ, ഈ പച്ചക്കളർ സപ്പോർട്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അറിയാമല്ലോ, മാർക്കറ്റ് നിൽക്കണം 22,267 മുകളിൽ ക്ലോസ് ചെയ്തു. അതിന് മുകളിൽ 340 390 442 503. ഇനി താഴോട്ട് വരികയാണെങ്കിൽ 22,230 22,3, അതിന് താഴെ 22,177, അതിന് താഴെ 22,120. ഇടയ്ക്ക് ഒരു 140 ഒരു സപ്പോർട്ടുണ്ട്. നമുക്ക് അതൊന്നും അത് സിംഗിൾ പ്രിൻ്റാണ് 140. അത് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കണം. അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് ഞാൻ വച്ചിട്ടുണ്ട്. ഓക്കെ, 140 ആ സപ്പോർട്ടും കൂടെ ഉണ്ട്. സോ ഇത്രയും കാര്യം പുറത്ത് വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് നിഫ്റ്റിയുടെ മാർക്കറ്റ് കിടക്കണത്. ഇനി നമുക്ക് നോക്കാം ഏതിലേക്ക് പോകാം. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂവിലേക്ക് പോകാം. ബാങ്ക് നിഫ്റ്റിയെ പോലെ അല്ലായിരുന്നു. ആശാൻ എന്ത് ചെയ്തു, നമ്മുടെ ബാങ്ക് നിഫ്റ്റി നമുക്ക് ആശാനാണ്. ആശാൻ എന്ത് ചെയ്തു, താഴേക്ക് ഒരു എക്സ്റ്റൻഷൻ തരികയും അവൻ എന്ത് ചെയ്തു, അവൻ ഫസ്റ്റ് ടാർഗറ്റ് തന്ന് അവിടെ നിന്ന് തിരിച്ച് റിവേഴ്സ് ചെയ്ത് ഈ 47,740 ഭാഗത്ത് വന്നവൻ തിരിച്ച് റിവേഴ്സ് ചെയ്ത് എവിടം വരെ പോയി, അവിടെ നിന്ന് റിവേഴ്സ് ചെയ്ത് അവ ഏകദേശം ഇന്നത്തെ POCയുടെ മുകളിലും 900, അതായത് ഈ പറഞ്ഞൊരു ഇമ്പോർട്ടൻറ്റ് പാരാമീറ്ററായ 740 856 മുകളിൽ അവൻ തന്നെ ക്ലോസ് ചെയ്തു. അവന് ഇതേപോലെ നമ്മൾ സാൻഡ്വിച്ച് ബ്രെഡിൻ്റെ ഇടയിൽ ജാം വെച്ച പോലെ 910 എന്ന് പറഞ്ഞ വിവാപ്പിനും 856 എന്ന് പറഞ്ഞ POCക്കും ഇടയ്ക്ക് തന്നെ അവൻ ക്ലോസ് ചെയ്തേക്കണം. സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റി നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ്. ഫസ്റ്റ് ടാർഗറ്റ് തന്നു, അവൻ ഹാഫ് ഐ ടാർഗറ്റ് തന്നു. സോ ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് ഇപ്പം നമ്മൾ നോക്കേണ്ടത് 47,856 സ്ട്രോങ് സപ്പോർട്ട്. 47,856 മുകളിൽ നിൽക്കുമ്പോൾ 48,993 അതിന് മുകളിൽ നിൽക്കുമ്പം ഈ 48,100 വരാൻ ചാൻസ് കൂടുതലാണ്. ഇനി അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ എത്ര വരെ പോവാം, 48,268. അതിന് മുകളിൽ നിൽക്കുമ്പോൾ 48,425. അതിന് മുകളിൽ നിൽക്കുമ്പോൾ നമ്മളെ ഈ 48,660 വരാം. ഇനി താഴോട്ടാണെങ്കിൽ എത്രയാണ്, ഇന്നത്തെ POCക്ക് താഴെ നിൽക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 47,781. അതിന് താഴെ 47,655. അതിന് താഴെ 47,610 എന്ന് പറഞ്ഞാൽ ഈ 12 എന്ന് പറഞ്ഞാൽ ഈ POCയും. അതിന് താഴെ 47,440 വരാം.
സോ നമുക്ക് നോക്കേണ്ടത് നമുക്ക് ഈ ലെവലൊന്ന് മാർക്ക് ചെയ്ത് വെക്കണം ചാർട്ടിൽ. നമുക്ക് ചാർട്ടിൽ മാർക്ക് ചെയ്ത് വെച്ചാലേ നമുക്കൊരു ഗുണം കിട്ടുള്ളൂ. സോ നമുക്ക് ഈ ലെവലിൽ നമുക്ക് ചാർട്ടിലേക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം ബാങ്ക് നിഫ്റ്റിയുടെ. സോ നമ്മളെ ബാങ്ക് നിഫ്റ്റിയുടെ POC എത്രയൊക്കെ മാറി? ഈ POC ഇവിടെ കറക്റ്റാണ്. ഇതിന് മുകളിൽ നിൽക്കുമ്പോൾ ഈ 940 അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം, അതില്ല. അതിന് പകരം മുകളിൽ നിൽക്കുമ്പോൾ 47,993 അതാണ് നമ്മളെ ഫസ്റ്റ് റെസിസ്റ്റൻസ്. അതിലേക്കൊന്ന് മാറ്റി വയ്ക്കുക. ഈ 93 എന്ന് പറഞ്ഞാൽ ആ ഒരു റെസിസ്റ്റൻസ് നമ്മളെ സംബന്ധിച്ച് ഒരു ഇമ്പോർട്ടൻറ്റ് പാരാമീറ്ററാണ്. ഓക്കെ, അപ്പോൾ അതിനൊന്ന് മാറ്റി വയ്ക്കാമല്ലോ. ഓക്കെ, ഈ അതിന് കളറൊന്ന് മാറ്റാം. അത് റെസിസ്റ്റൻസ് കറുപ്പ് കളർ വയ്ക്കുക. അതിന് മുകളിൽ നിൽക്കുമ്പോൾ 48,207. അതിന് മുകളിൽ ചെറിയൊരു റെസിസ്റ്റൻസ് ഉണ്ട് 48,277. അതും കൂടെ ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. അതും കൂടെ നമുക്കൊരു ആവശ്യമുണ്ട്. ആ ലെവൽ നമുക്കൊരു ആവശ്യമുള്ള ലെവലാണ്. അപ്പോൾ അതും കൂടെ ഞാൻ മാർക്ക് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ആ ലെവലൊന്നും വരണില്ല. 277 ഒറ്റ മിനിറ്റ്. ഓക്കെ, അതിന് താഴോട്ട് വരുമ്പോൾ 780 എന്ന് പറഞ്ഞ ഈ സപ്പോർട്ട്. അതിന് താഴെ 600, അതിന് താഴെ 445 ഈ സപ്പോർട്ട്. ഓക്കെ, ഇതാണ് നമ്മളെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ നോക്കേണ്ട ബാങ്ക് നിഫ്റ്റി വലിയ മൂവ്മെൻറ്റ് താഴേക്ക് തന്നിട്ടായി കൂടെ ഇന്നത്തെ ഡേറ്റ പ്രകാരം നല്ലൊരു പോസിറ്റീവ് ന്യൂസ് നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നാളെ മാർക്കറ്റ് ചിലപ്പോൾ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വരികയാണെങ്കിൽ ഒരു ട്രെൻഡ് ഡേക്കുള്ള ചാൻസും കൂടുതലാണ്. ഓളിയം ഉണ്ടെങ്കിൽ, ഓളിയം വന്നിട്ടില്ല എങ്കിൽ നാളെ താഴേക്ക് അടിക്കുവാനുള്ള ചാൻസും കൂടുതലാണ്. നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി ആയതുകൊണ്ട് ഒരു വലിയൊരു മൂവ് നാളെ. ഇന്നത്തെ നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയിൽ വലിയ മൂവ്മെൻറ്റ് പ്രതീക്ഷിച്ചില്ല. പക്ഷേ നാളെ നിഫ്റ്റിക്ക് എക്സ്പയറി ആയതുകൊണ്ട് ഈ ന്യൂസിൻ്റെയും കൂടെ ചേർത്ത് കുറച്ച് നല്ലൊരു വലിയൊരു മൂവ്മെൻറ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമ്മുടെ വീഡിയോ കാണാത്തവരൊന്ന് കാണുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ വീഡിയോസിനെ കുറിച്ച് കാണുവാൻ വേണ്ടി പോഡ്കാസ്റ്റിലേക്ക് പോവുക. നമ്മുടെ വീഡിയോസിൽ ലൈക്കും കമൻറ്റും ഷെയറും തന്ന് നമുക്ക് സപ്പോർട്ട് നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു ശുഭരാത്രി നേർന്നുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് സൈൻ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ.